ഉത്തർപ്രദേശ് പിടിച്ചാൽ ദില്ലി പിടിച്ചു എന്നാണ് പഴമൊഴി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ദില്ലിയിലേക്കുള്ള വഴി UP വഴി തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 25 കോടി ജനവും 75 ജില്ലകളും 80 ലോക്സഭാ സീറ്റുകളുമായി ഇന്നും തലയെടുപ്പോടെ UP നിൽക്കുന്നു. UP ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം നടന്ന ഒരു സംസ്ഥാനമാണ്. 5 തവണ രാഷ്ട്രപതി ഭരിച്ച സംസ്ഥാനം. അതായത് രാഷ്ട്രീയ സ്ഥിരത ഒരിക്കലും അതിന് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് അഖിലേഷ് യാദവും മായാവതിയുമൊക്കെ ഭരിക്കുന്നത് വരെ അവിടെ ആർക്കും സ്വസ്ഥമായി ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. BJP പലവട്ടം UPയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. 1-1.5 വർഷം തികയ്ക്കുന്നത് തന്നെ റെക്കോർഡായി മാറിയിരുന്നു. അങ്ങനെ അസ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് UP. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 426 രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ ഇവരൊക്കെ അത്ര ചെറിയ പുള്ളികളല്ല. ഉത്തർപ്രദേശിലെ 70 സീറ്റുകൾ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ നിയമസഭാ സാമാജികരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വോട്ടിനും വലിയ വിലയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പാർട്ടികളെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള പാർട്ടികൾ പിൽക്കാലത്ത് ചിലത് ഇല്ലാതായി മാറും, ചിലത് ഇലക്ഷൻ കമ്മീഷനെടുത്ത് ദൂരക്കളയാറുണ്ട്, മറ്റു ചിലത് എവിടെയെങ്കിലുമൊക്കെ അലിഞ്ഞു ചേരാറുമുണ്ട്. അങ്ങനെ പലതരം പാർട്ടികളാണ് അവിടെ ഉള്ളത്. ചില സമുദായ സംഘടനകളും പാർട്ടി രൂപത്തിലുണ്ട്. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയത്തിന് വലിയ മേൽക്കൈയുള്ള ഒരു സംസ്ഥാനം. പക്ഷേ ഇന്നതെല്ലാം പൊളിച്ചെഴുതപ്പെടുകയാണ്. BJPക്ക് അയോധ്യ മൂലം ഏറ്റവും നേട്ടം ഉണ്ടാക്കിക്കൊടുത്ത ഒരു സംസ്ഥാനവും ഉത്തർപ്രദേശായിരുന്നു. അങ്ങനെ BJP 2014 അധികാരം പിടിക്കുക എന്ന ലക്ഷ്യവുമായി മുൻപോട്ട് വന്നപ്പോൾ അവർ മുന്നിൽ നിർത്തിയത് നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്തിൽ മത്സരിച്ചാൽ പോരാ, UPയിൽ മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനവും RSS എടുത്തു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് വാരണാസിയിലായിരുന്നു. അതിനൊരു കഥയുണ്ട്. സരസ്വതി നദിയുടെ തീരത്ത് നിന്ന് ശിവൻ മറ്റൊരു രൂപത്തിൽ ഗംഗാതടത്തിൽ അവതരിക്കുമെന്നൊരു വിശ്വാസം ഈ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ട്. അതിന് സമാനമായൊരു എൻട്രി ആയിരുന്നു വാരണാസിയിലെ മോദിയുടെ നോമിനേഷൻ. അത്തവണ മോദി 2 മത്സരിച്ചു. പക്ഷേ വാരണാസിയിലെ സീറ്റ് നിലനിർത്തുകയായിരുന്നു. ആ വാരണാസിയിലെ സീറ്റ് നിലനിർത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്നത്തെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കിട്ടിയ വോട്ട് ശതമാനം 37 ആയിരുന്നു. പിന്നീട് മത്സരിച്ചപ്പോൾ അത് 54, ഇപ്പോഴത് 62 എത്തി നിൽക്കുന്നു. അതായത് ഭയങ്കരമായ ഒരു മെജോറിറ്റി. വാരണാസിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് UPയിലുള്ള ഒരു ലോക്സഭാ മണ്ഡലം മാത്രമല്ല, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും ഒരു ഹൃദയത്തിൽ അവർ കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് കാശി അഥവാ വാരണാസി എന്ന് പറയുന്നത്. അവിടെ നിന്ന് മോദി മത്സരിച്ചപ്പോൾ വ്യക്തമായൊരു സന്ദേശം നൽകാൻ BJPക്ക് കഴിഞ്ഞു. വാരണാസിയിൽ മാത്രമല്ല, UPയിലൊരു വലിയ ചലനമുണ്ടാക്കാനും അതിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് പിന്നോക്ക രാഷ്ട്രീയം ഏറെ പയറ്റി തെളിഞ്ഞിരിക്കുന്ന ഉത്തർപ്രദേശിൽ OBC-കാരനായ മോദി എത്തിയപ്പോൾ അവിടെ ഇളക്കം തട്ടിയത് പിന്നോക്ക വോട്ട് ബാങ്കിലായിരുന്നു. ഏതായാലും ആ 2014 അവരുണ്ടാക്കിയ മുന്നേറ്റം ഈ ഉത്തർപ്രദേശിൽ ചെറുതല്ലായിരുന്നു. അവർ 80-ൽ 71 സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ നേടാൻ കഴിഞ്ഞത്. പിന്നീട് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ ഉത്തർപ്രദേശിൽ അധികാരം പിടിക്കുക എന്നുള്ളതായിരുന്നു. 2017 ഉത്തർപ്രദേശിൽ BJP വലിയ മാർജിനിൽ ജയിച്ചത്. എല്ലാവരും എഴുതിത്തള്ളിയതാണ് BJP ജയിക്കില്ല എന്ന്. കാരണം അഖിലേഷ് യാദവ് കരുത്തനായിരുന്നു. അങ്ങനെ ആ കരുത്തനായ അഖിലേഷിൻ്റെ യാദവിന് മുമ്പിൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഏവരും കരുതി. അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നാളിതുവരെ BJP ഭരണം 5 കൊല്ലം തികച്ചിട്ടില്ല. അത് BJPയുടെ കുഴപ്പം കണ്ടില്ല. ചില ചെറു പാർട്ടികളെ കുട്ടിക്കെട്ടി മുൻപോട്ട് വരും. ജാതി രാഷ്ട്രീയം എന്നും ഒരു ശാപമായിരുന്നു. ഉത്തർപ്രദേശിലേക്ക് BJP നടത്തിയത് മറ്റൊരു കിടിലൻ എൻട്രി ആയിരുന്നു. അതാണ് യോഗി ആദിത്യനാഥ്. അവിടെ ഏത് മുഖ്യമന്ത്രി വന്നാലും ജാതിയുടെ പേരിൽ തന്നെയാണ് അറിയുന്നത്. ഈ ബ്രാഹ്മണ മുഖ്യമന്ത്രിയാണെങ്കിൽ മറ്റ് സമുദായക്കാർ അതിനെതിരെ തിരിയും, അല്ലെങ്കിൽ പിന്നോക്ക മുഖ്യമന്ത്രി വന്നാൽ മുന്നോക്കക്കാർ തിരിയും. അങ്ങനെ ജാതി രാഷ്ട്രീയം കൊണ്ട് കലങ്ങമറിഞ്ഞ ഉത്തർപ്രദേശിലേക്ക് ജാതിയും മതവും ഇല്ലാത്ത ഒരു സന്യാസി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് UPയിലെ ജാതി രാഷ്ട്രീയത്തിന് തടയിടാൻ BJPക്ക് കഴിഞ്ഞു. പക്ഷേ 2019 ലോക്സഭയിലേക്ക് മത്സരിച്ച BJPക്ക് കാലിടറി. 80-ൽ അവർക്ക് നേടാൻ കഴിഞ്ഞത് 62 സീറ്റുകൾ മാത്രമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അഖിലേഷ് യാദവ്, മായാവതി, രാഹുൽ ഗാന്ധി ഇവർ 3 പേരും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നടന്ന വലിയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് കാലിടറിയത്. അതായത് നിയമസഭയിൽ അധികാരം പിടിച്ച് 2 വർഷം കഴിഞ്ഞ് ലോക്സഭയിലേക്ക് പോകുമ്പോൾ BJPക്ക് കാലിടറി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അവിടെ നേട്ടം കൊയ്തത് BSP ആയിരുന്നു. 10 MPമാരെ ജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് UPയെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പെടാപ്പാടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തകരുമെന്ന് പറഞ്ഞിടത്തു നിന്നും യോഗി BJPയെ കരകയറ്റി. അവിടെ BJPക്ക് അല്പം ക്ഷീണം സംഭവിപ്പിക്കാൻ, അല്ലെങ്കിൽ ക്ഷീണം തട്ടിക്കാൻ അവിടുത്തെ കുറേ ജാട്ട് വോട്ടുകൾക്ക്, ഇല്ലെങ്കിൽ RLD എന്ന് പറയുന്ന പാർട്ടിക്ക് കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിന്നിരുന്ന RLDയെ BJP അടർത്തിയെടുത്തു. ഇത്തവണ
BJP ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് 74 സീറ്റിലേക്കാണ്. 6 സീറ്റുകൾ അവരുടെ ഘടകകക്ഷികൾക്ക് നൽകി. അപ്പനാദിലും RLDയും ഒപ്പം തന്നെ SBSPയും ഒക്കെ സീറ്റ് പങ്കിട്ടവരിൽ പെടും. അവിടെ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത് 63 സീറ്റിലാണ്, മായാവതി 17 സീറ്റിൽ. ഇവിടെ അഖിലേഷ് യാദവ് എടുത്ത ഒരു തീരുമാനം പിഴച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 12.5% വോട്ട് ഷെയറുള്ള മായാവതി അകറ്റി നിർത്തിക്കൊണ്ട് കേവലം 2.5% കോൺഗ്രസിനെ കൂട്ടിക്കെട്ടിയാണ് അഖിലേഷ് മത്സരത്തിനിറങ്ങിയത്. അപകടം അല്പം വൈകിയാണ് അഖിലേഷ് മനസ്സിലാക്കിയതെന്ന് തോന്നുന്നു. അവസാന നിമിഷത്തിലാണ് ഈ മുലായം സിംഗ് യാദവിൻ്റെ കുടുംബത്തിലുള്ള 5 പേർ മത്സരരംഗത്തേക്ക് എത്തിയത്. അതിൽ പ്രധാനി അഖിലേഷ് യാദവ് തന്നെയായിരുന്നു. അഖിലേഷ് യാദവ് ഇത്തവണ തൻ്റെ സ്ഥാനാർത്ഥികളിൽ പകുതിയും നീക്കി വച്ചിരിക്കുന്ന യാദവർക്കും OBCകൾക്കും തന്നെയാണ്, ബാക്കി പകുതി പിന്നോക്കക്കാർക്കും. മായാവതി ഇത്തവണ വേറിട്ടൊരു കളിക്കാണ് രംഗത്തെത്തിയത്. അവർ പതിവിന് വിരുദ്ധമായി ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിച്ചു. BJP ആകട്ടെ ഇത്തവണ അവർക്ക് പുതിയൊരു വോട്ട് ബാങ്ക് തുറന്നു കിട്ടിയ സന്തോഷത്തിലാണ്. BJPക്ക് മുൻപ് ഉത്തർപ്രദേശിൽ ലഭിച്ചുകൊണ്ടിരുന്നത് 1% മുസ്ലിം വോട്ടുകളാണ്. മുസ്ലിം വോട്ടർമാർ നിർണായകമായ ഉത്തർപ്രദേശിൽ പിന്നീട് അവർക്ക് ലഭിച്ചത്, അതായത് BJPക്ക് ലഭിച്ചത് 2 അക്കമുള്ള മുസ്ലിം വോട്ടുകളാണ്. ഏതാണ്ട് 12% മുസ്ലിം വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞു. ഈ BJPക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ UPയിൽ പരക്കെ അറിയപ്പെടുന്നത് സർക്കാർ മുസ്ലിങ്ങളെന്നാണ്, അതായത് സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന മുസ്ലിങ്ങൾ. എങ്ങനെയാണ് ഈ മുസ്ലിം വോട്ടുകൾ BJPക്ക് സ്വന്തമായതെന്ന് ചോദിച്ചാൽ അവിടെ BJPയുടെ ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അതിന് സാക്ഷ്യം വഹിച്ചത്. അതായത് പസ്മന്ത മുസ്ലിംസിനിടയ്ക്കുള്ള പിന്നോക്കക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് യോഗി സർക്കാർ പ്രവർത്തിച്ചു. അവർക്ക് വേണ്ടി വീടും കുടിവെള്ളവും എത്തിച്ചു. അതിൻ്റെ ഫലം ഉണ്ടാവുക തന്നെ ചെയ്തു. ഇക്കാലം അത്രയും തങ്ങളെ കൂടെ നിർത്തി വോട്ട് ബാങ്കാക്കി നിർത്തി കണക്ക് പറഞ്ഞും പണം വാങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ലക്ഷ്യം നേടുകയായിരുന്നു തങ്ങളുടെ നേതാക്കളെന്ന് തിരിച്ചറിയാൻ അവർക്ക് താമസമുണ്ടായില്ല. ആനുകൂല്യങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ ആ പസ്മന്ത എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിംസ് ഒന്നടങ്കം BJPക്ക് അനുകൂലമായി നിന്നു. ഇതവർക്കൊരു വോട്ട് ബാങ്കായി നിന്നു. ഈ വോട്ട് ബാങ്കും BJPക്ക് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളുമാണ് അവരുടെ ഇപ്പോഴത്തെ അടിത്തറ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ വലിയ വിജയം കൊയ്താൽ UPയിലെ ജാതി രാഷ്ട്രീയത്തിൽ നിന്നും തിരശ്ശീലയായിരിക്കുമതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും വലിയ ഒരു രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് ഉത്തർപ്രദേശിൽ അലയടിക്കാതിരിക്കില്ല. കാരണം അവിടെ ഓരോ ഹിന്ദുവിൻ്റെയും വികാരമാണ് രാമൻ. ആ രാമന് വേണ്ടി പോരാടിയപ്പോഴൊക്കെ BJPക്ക് വലിയ മാർജിനിൽ അവർ വിജയം നൽകിയിട്ടുണ്ട്. ഇപ്പോഴാ പോരാട്ടം പൂർത്തീകരിച്ച് ഭക്തർക്കായി നട തുറന്നു കൊടുത്തപ്പോൾ അതിൻ്റെ ആനുകൂല്യം BJPക്ക് ലഭിക്കാതിരിക്കില്ല. അതുമാത്രവുമല്ല, BJPയുടെ ജനകീയമായ പല പദ്ധതികളും ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കായുള്ള പദ്ധതികളിൽ ഏറ്റവും മുന്നേറ്റം നടത്തിയിട്ടുള്ളതും ഉത്തർപ്രദേശാണ്. യോഗിയാകട്ടെ ഉത്തർപ്രദേശിൽ വികസനം കൊണ്ടുവന്ന് പതുക്കെ മുഖച്ഛായ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്രമസമാധാന നിലയാണ്. ഗുണ്ടാരാജിന് പട്ടാപ്പകൽ പോലും വേദിയായിരുന്ന ഉത്തർപ്രദേശിൽ ഇന്ന് മോദിയുടെ ഇല്ലെങ്കിൽ യോഗിയുടെ നിഴൽ ഉണ്ടാകുമെന്നൊരു ധാരണയിൽ ഗുണ്ടകൾ ഒതുങ്ങി. ചിലരൊക്കെ ഒളിവിൽ പോയി, ചിലരെയൊക്കെ വെടിവെച്ചിട്ടു. ഏത് നിമിഷവും ഗുണ്ടകൾക്ക് മുകളിൽ ഒരു റിവോൾവർ ഉണ്ടെന്ന് അവർക്കൊരു തോന്നൽ വന്നു തുടങ്ങി. അങ്ങനെ UP എല്ലാം കൊണ്ടും ശാന്തമായി നിൽക്കുന്നു. ഇവിടെ അടിപതർമെന്ന് മനസ്സിലാക്കിയിട്ടാകാം ഒരുപക്ഷെ അഖിലേഷ് യാദവ് തന്നെ മത്സരരംഗത്തേക്ക് എത്തിയത്. ഏതായാലും മായാവതി ചെറിയ പുള്ളിയല്ല. മായാവതിക്ക് നന്നായി അറിയാം അഖിലേഷുമായി ഒരു കൂട്ടുകെട്ടിന് പോയാൽ ഇനി അവശേഷിക്കുന്ന തങ്ങളുടെ വോട്ട് ബാങ്കായ പിന്നോക്കക്കാരും ഇല്ലാതായി മാറുമെന്ന്. മായാവതി ക്ഷീണിച്ചപ്പോൾ അവരുടെ അണികളിൽ ഭൂരിഭാഗത്തെയും കൊണ്ടുപോയത് BJP ആണ്. കുറച്ചുപേരെയൊക്കെ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു നേതാവ് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി അവശേഷിക്കുന്നവരെ തടുത്തു നിർത്തി സൂക്ഷിക്കേണ്ടത് മായാവതിയുടെ ആവശ്യമാണ്. മായാവതിയെ സംബന്ധിച്ച് ഇതൊരു അവസാന തിരഞ്ഞെടുപ്പാകും. അതായത് രാഷ്ട്രീയത്തിൽ ഇനി എന്ത് BSPയുടെ സ്ഥാനമെന്ന് ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കും. മുലായം സിംഗ് യാദവിൻ്റെ വളർത്തിയെടുത്ത സമാജ്വാദി പാർട്ടിക്കും ഇത് നിർണായകമാണ്. BJPക്ക് ഇത്തവണ ഇവിടെ 75 സീറ്റെങ്കിലും കുറഞ്ഞത് നേടാനായാൽ അതൊരു ചരിത്രമായി മാറും. മറ്റു ചിലർ ചരിത്രത്തിൽ പോലും ഇല്ലാതാകും. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.